പ്രിയരെ, 2 കോരിന്തോസ് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലെ 4 ഓപ്ഷനുകളോടുകൂടിയ 100 മാതൃകാ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയുടെ ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട്. ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഉത്തരം OMR ഷീറ്റിൽ പേന കൊണ്ട് കറുപ്പിക്കുക. അവസാനം ഉത്തരങ്ങൾ എണ്ണി സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നേരെ ചോദ്യങ്ങളിലേക്ക്. 1. 2 കോരിന്തോസ് 7:1 ഉൾപ്പെടുന്ന ശീർഷകം എന്താണ്? എ. ദൈവത്തിൻ്റെ ആലയം. ബി. പശ്ചാത്താപത്തിൽ. സി. ഉദാരമായ ദാനം. ഡി. വിശുദ്ധർക്കുള്ള ധനശേഖരണം. 2. തങ്ങൾ ആരെയും ചെയ്തിട്ടില്ല എന്ന് 2 കോരിന്തോസ് 7:2 പറയുന്നവയിൽ രണ്ടാമത് പറയുന്നത് എന്താണ്? എ. വഞ്ചിച്ചിട്ടില്ല. ബി. ദ്രോഹിച്ചിട്ടില്ല. സി. ചതിച്ചിട്ടില്ല. ഡി. മുറിപ്പെടുത്തിയിട്ടില്ല. 3. ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ദൈവഭയത്താൽ എന്ത് പൂർണ്ണമാക്കുകയും ചെയ്യാമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. നന്മ. ബി. വിശ്വാസം. സി. വിശുദ്ധി. ഡി. ദൈവഭക്തി. 4. തങ്ങളുടെ ഹൃദയത്തിൽ ആരെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നാണ് പൗലോസ്ലീഹ നേരത്തെ പറഞ്ഞത്? എ. കോരിന്തോസുകാരെ. ബി. കർത്താവിനെ. സി. ദൈവത്തിനെ. ഡി. മക്കെദോനിയക്കാരെ. 5. എവിടെ ചെന്നപ്പോൾ പോലും തങ്ങൾക്ക് വിശ്രമമില്ലായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. അക്കായിയായിൽ. ബി. കോരിന്തോസിൽ. സി. മക്കെദോനിയായിൽ. ഡി. ജെറുസലേമിൽ. 6. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തങ്ങൾക്ക് എങ്ങനെ ആശ്വാസം നൽകിയെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. കർത്താവിൻ്റെ സാന്നിധ്യം വഴി. ബി. തീത്തോസിൻ്റെ സാന്നിധ്യം വഴി. സി. കോരിന്തോസുകാരുടെ സാന്നിധ്യം വഴി. ഡി. ദൈവത്തിൻ്റെ സാന്നിധ്യം വഴി. 7. കോരിന്തോസുകാരെ പ്രതി തീത്തോസിനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും തങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. സഹായം. ബി. ആശ്വാസം. സി. സഹതാപം. ഡി. വിശ്വാസം. 8. കോരിന്തോസുകാർക്ക് പൗലോസ്ലീഹായോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് പറഞ്ഞത് ആരാണ്? എ. തീത്തോസ്. ബി. മക്കെദോനിയക്കാർ. സി. ദൈവം. ഡി. കർത്താവ്. 9. 2 കോരിന്തോസ് 7:8 പ്രകാരം കോരിന്തോസുകാരെ ദുഃഖിപ്പിച്ചത് എന്താണ്? എ. പൗലോസ്ലീഹായുടെ എഴുത്ത്. ബി. പൗലോസ്ലീഹായുടെ അസാന്നിധ്യം. സി. തീത്തോസിൻ്റെ ക്ലേശങ്ങൾ. ഡി. തീത്തോസിൻ്റെ അസാന്നിധ്യം. 10. കോരിന്തോസുകാരുടെ ദുഃഖം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. ലൗകികമായ ദുഃഖം. ബി. പശ്ചാത്താപ ദുഃഖം. സി. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ഡി. ഭൗതികമായ ദുഃഖം. 11. മരണത്തിലേക്ക് നയിക്കുന്ന ദുഃഖം ഏതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ഭൗതികമായ ദുഃഖം. ബി. ലൗകികമായ ദുഃഖം. സി. പാപപങ്കിലമായ ദുഃഖം. ഡി. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. 12. ദൈവികമായ ഈ ദുഃഖം കോരിന്തോസുകാരിലെല്ലാം ഉളവാക്കിയിരിക്കുന്നതായി പൗലോസ്ലീഹ മൂന്നാമത് പറഞ്ഞത് എന്താണ്? എ. ധാർമ്മിക രോഷം. ബി. ആകാംക്ഷ. സി. തീഷ്ണത. ഡി. നിഷ്കളങ്കത. 13. തങ്ങളോട് കോരിന്തോസുകാർക്കുള്ള താല്പര്യം എവിടെ വെളിപ്പെടുത്തേണ്ടതിനാണ് പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയത്? എ. സ്വർഗത്തിൽ. ബി. ദൈവസന്നിധിയിൽ. സി. ലോകത്തിൽ. ഡി. ഭൂമിയിൽ. 14. തങ്ങൾ കോരിന്തോസുകാരെക്കുറിച്ച് മേനി പറഞ്ഞത് ആരോടെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. കർത്താവിനോട്. ബി. മക്കെദോനിയക്കാരോട്. സി. തീത്തോസിനോട്. ഡി. ദൈവത്തോട്. 15. പൗലോസ്ലീഹായ്ക്ക് കോരിന്തോസുകാരിൽ എന്തുണ്ടെന്നാണ് 2 കോരിന്തോസ് 7:16 പറയുന്നത്? എ. പരിപൂർണ വിശ്വാസം.
ബി പരിപൂർണ സന്തുഷ്ടി, സി പരിപൂർണ ആത്മവിശ്വാസം, ഡി പരിപൂർണ ശാന്തി. 16 2 കോരിന്തോസ് 7:15 വികാര തരളിതനാകുന്നത് ആരാണ്? എ കോരിന്തോസുകാർ, ബി പൗലോസ്ലിഹ, സി മക്കേദോനിയക്കാർ, ഡി തീത്തോസ്. 17 കോരിന്തോസുകാരെ പൗലോസ്ലിഹ 2 കോരിന്തോസ് 8:1 സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? എ പ്രിയപ്പെട്ടവരെ, ബി സഹോദരരെ, സി സ്നേഹിതരെ, ഡി ഭോഷരെ. 18 തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തത് ആരാണ്? എ കോരിന്തോസുകാർ, ബി കോരിന്തോസിലെ സഭകൾ, സി മക്കേദോനിയയിലെ സഭകൾ, ഡി വിശുദ്ധർ. 19 ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്ന് മക്കേദോനിയയിലെ സഭകൾ തങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. എ വിശുദ്ധരെ, ഡി അപ്പോസ്തലരെ, സി കർത്താവിനെ, ഡി തീത്തോസിനെ. 20 ആദ്യമേ തന്നെ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് തങ്ങൾക്കും സമർപ്പിച്ചത് ആരെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ കോരിന്തോസുകാർ, ബി മക്കേദോനിയക്കാർ, സി വിശുദ്ധർ, ഡി തീത്തോസ്. 21 കോരിന്തോസുകാർ മികച്ചു നിൽക്കുന്നതായി പൗലോസ്ലീഹ രണ്ടാമത് പറഞ്ഞത് എന്താണ്? എ പ്രഭാഷണത്തിൽ, ബി വിജ്ഞാനത്തിൽ, സി വിശ്വാസത്തിൽ, ഡി എല്ലാ കാര്യങ്ങളിലും. 22 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ആരെ പ്രതിയാണ് ദരിദ്രനായത്? എ അപ്പസ്തോലന്മാരെ പ്രതി, ബി കോരിന്തോസുകാരെ പ്രതി, സി മക്കേദോനിയക്കാരെ പ്രതി, ഡി മനുഷ്യകുലത്തെ പ്രതി. 23 കോരിന്തോസുകാർ എപ്പോൾ അപലക്ഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നതാണ് ഉത്തമമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ 5 വർഷം മുമ്പേ, ബി 3 വർഷം മുമ്പേ, സി 2 വർഷം മുമ്പേ, ഡി 1 വർഷം മുമ്പേ. 24 താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം സ്വീകരിക്കുന്നത് ആരാണ്? എ ദൈവം, ബി ദൈവദൂതൻ, സി ദൈവദാസൻ, ഡി ദൈവഭക്തൻ. 25 കോരിന്തോസുകാരെ കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരുടെ ഹൃദയത്തിലാണ് ഉദിപ്പിച്ചത്? എ പൗലോസ്ലീഹായുടെ ഹൃദയത്തിൽ, ബി തീത്തോസിന്റെ ഹൃദയത്തിൽ, സി മക്കേദോനിയക്കാരുടെ ഹൃദയത്തിൽ, ഡി കർത്താവിൻ്റെ ഹൃദയത്തിൽ. 26 മിച്ചം ഉണ്ടായിരുന്നില്ലാത്തത് ആർക്കാണ്? എ അധികം സമ്പാദിച്ചവന്, ബി അല്പം സമ്പാദിച്ചവന്, സി ധാരാളം സമ്പാദിച്ചവന്, ഡി കുറച്ച് സമ്പാദിച്ചവന്. 27 തങ്ങൾ നിർവഹിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ എന്തായിട്ടാണ് ഈ സഹോദരൻ സഭകളാൽ നിയോഗിക്കപ്പെട്ടത്? എ സഹചാരിയായി, ബി ശുശ്രൂഷകനായി, സി സഹകാരിയായി, ഡി സഹായിയായി. 28 എന്ത് കൈകാര്യം ചെയ്യുന്നതിൽ ആരും കുറ്റപ്പെടുത്താതിരിക്കാൻ തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ വിലപ്പെട്ട ഈ സമ്പത്ത്, ബി ഉദാരമായ ഈ ദാനം, സി മഹത്തായ ഈ ദാനം, ഡി മഹത്തായ ഈ ധനം. 29 കോരിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ പങ്കുകാരനും സഹപ്രവർത്തകനും ആരെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ മക്കേദോനിയക്കാർ, ബി തീത്തോസ്, സി അപ്പസ്തോലന്മാർ, ഡി വിശുദ്ധർ. 30 ആകയാൽ നിങ്ങളുടെ ഡാഷ് നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവൻ, പൂരിപ്പിക്കുക. എ നന്മയുടെയും, ബി സത്യത്തിൻ്റെയും, സി സ്നേഹത്തിൻ്റെയും, ഡി സൗഹൃദത്തിൻ്റെയും. 31 വിശുദ്ധർക്ക് വേണ്ടിയുള്ള എന്തിനെപ്പറ്റി കോരിന്തോസുകാർക്ക് എഴുതേണ്ടതില്ലെന്നാണ്
പൗലോസ്ലീഹ പറയുന്നത്? എ സ്നേഹത്തെപ്പറ്റി, ബി സൗഹൃദത്തെപ്പറ്റി, സി ശുശ്രൂഷയെപ്പറ്റി, ഡി സേവനത്തെപ്പറ്റി. 32. കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് ആരോടാണ് പൗലോസ്ലീഹ പ്രശംസിച്ച് പറഞ്ഞത്? എ കോറിന്തോസുകാരോട്, ബി തീത്തോസിനോട്, സി മക്കേദോനിയക്കാരോട്, ഡി അപ്പോസ്തലന്മാരോട്. 33. കോരിന്തോസുകാരുടെ തീഷ്ണത നിരവധി ആളുകൾക്ക് എന്തു നൽകിയിട്ടുണ്ടെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ പ്രചോദനം, ബി പ്രയോജനം, സി ഉയർച്ച, ഡി ഉത്തേജനം. 34. പൗലോസ്ലീഹായ്ക്ക് കോരിന്തോസുകാർ വാഗ്ദാനം ചെയ്തത് എന്താണ്? എ നിർലോഭമായ സഹകരണം, ബി നിർലോഭമായ സംഭാവന, സി ഉദാരമായ പിന്തുണ, ഡി ഉദാരമായ സംഭാവന. 35. പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് 9:3 എന്ത് ഉപദേശമാണ് നൽകുന്നത്? എ ജാഗരൂകരായിരിക്കുവാൻ, ബി ഉണർന്നിരിക്കുവാൻ, സി ഒരുങ്ങിയിരിക്കുവാൻ, ഡി തയ്യാറായിരിക്കുവാൻ. 36. എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? എ സന്തോഷപൂർവ്വം നൽകുന്നവനെ, ബി സ്നേഹപൂർവ്വം നൽകുന്നവനെ, സി ഉദാരമായി നൽകുന്നവനെ, ഡി സന്മനസ്സോടെ നൽകുന്നവനെ. 37. 2 കോരിന്തോസ് 9:9 പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത്? എ ദൈവത്തിൻ്റെ നീതി, ബി ദൈവത്തിൻ്റെ ശക്തി, സി ദൈവത്തിൻ്റെ സ്നേഹം, ഡി ദൈവത്തിൻ്റെ കരുണ. 38. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെയാണ്? എ ദൈവത്തിനെ, ബി കർത്താവിനെ, സി ഉന്നതനെ, ഡി അത്യുന്നതനെ. 39. ദൈവം കോരിന്തോസുകാരെ എല്ലാവിധത്തിലും സമ്പന്നരാക്കിയത് എന്തിനു വേണ്ടിയാണ്? എ ഉദാരശീലരാകേണ്ടതിന്, ബി നന്മയുള്ളവരാകേണ്ടതിന്, സി സമ്പന്നരാകേണ്ടതിന്, ഡി സത്യസന്ധരാകേണ്ടതിന്. 40. സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത് എന്നാണ് 2 കോരിന്തോസ് 9:12 പറയുന്നത്? എ ദൈവത്തിൻ്റെ, ബി വിശുദ്ധരുടെ, സി കർത്താവിൻ്റെ, ഡി തീത്തോസിൻ്റെ. 41. എന്ത് ശിരസ വഹിക്കുന്നതിനുള്ള വിധേയത്വമാണ് കോരിന്തോസുകാർക്കുള്ളത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ ദൈവത്തിൻ്റെ സുവിശേഷം, ബി ക്രിസ്തുവിൻ്റെ സുവിശേഷം, സി കർത്താവിൻ്റെ അധികാരം, ഡി നീതിയുടെ ഭാരം. 42. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ കോരിന്തോസുകാരുടെ എന്താണ് സമർത്ഥമാക്കുന്നത്? എ ദൈവവിശ്വാസം, ബി നീതിയുടെ വിളവ്, സി സത്കൃത്യങ്ങൾ, ഡി ശുശ്രൂഷ. 43. കോരിന്തോസുകാരിൽ മികച്ചു നിൽക്കുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ദൈവസ്നേഹം, ബി ദൈവവിശ്വാസം, സി ദൈവകൃപ, ഡി ദൈവകരുണ. 44. എന്തിനു വേണ്ടിയാണ് പൗലോസ്ലീഹ ദൈവത്തിന് സ്തുതി പറയുന്നത്? എ ഉദാരമായ ദാനത്തിന്, ബി അളവറ്റ കാരുണ്യത്തിന്, സി അവർണ്ണനീയമായ ദാനത്തിന്, ഡി അതിരറ്റ സ്നേഹത്തിന്. 45. അവൻ വാരി വിതറിയത് ഏതുപോലെയെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ ഉടമ്പടി ചെയ്തതുപോലെ, ബി വാഗ്ദാനം ചെയ്തതുപോലെ, സി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, ഡി നിർദ്ദേശങ്ങൾ പോലെ. 46. അടുത്തായിരിക്കുമ്പോൾ പൗലോസ്ലീഹായെ കോരിന്തോസുകാർ കരുതുന്നത് എങ്ങനെയാണ്? എ തൻ്റെടി, ബി എളിമയുള്ളവൻ, സി സൗമ്യൻ, ഡി വിനീതൻ. 47. ആരുടെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിലാണ് കോരിന്തോസുകാരോട് പൗലോസ്ലീഹ അഭ്യർത്ഥിക്കുന്നത്? എ കർത്താവിൻ്റെ, ബി പൗലോസിൻ്റെ, സി ദൈവത്തിൻ്റെ, ഡി ക്രിസ്തുവിൻ്റെ. 48. പൗലോസ്ലീഹായെയും കൂടെയുള്ളവരെയും ചിലർ എങ്ങനെയാണ് കരുതുന്നത്? എ വിഡ്ഢികളായി, ബി ഭോഷന്മാരായി,
സി അലസന്മാരായി, ഡി ജഡികന്മാരായി. 49. തങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും എന്തല്ല തങ്ങൾ നടത്തുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എ ജഡിക പോരാട്ടമല്ല, ബി സ്വർഗീയ പോരാട്ടമല്ല, സി ലൗകിക പോരാട്ടമല്ല, ഡി ഭൗമിക പോരാട്ടമല്ല. 50. പൗലോസ്ലീഹായും കൂടെയുള്ളവരും ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡികമല്ലാത്തത് അവരുടെ എന്താണ്? എ സമരായുധങ്ങൾ, ബി യുദ്ധായുധങ്ങൾ, സി പണിയായുധങ്ങൾ, ഡി കൃഷിയായുധങ്ങൾ. 51. പൗലോസ്ലീഹായും കൂടെയുള്ളവരും എന്തിനു വേണ്ടിയാണ് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത്? എ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി, ബി ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്, സി കർത്താവിനെ അനുകരിക്കേണ്ടതിന്, ഡി ദൈവത്തെ പുകഴ്ത്തേണ്ടതിന്. 52. കോരിന്തോസുകാർ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ എന്തു ചെയ്യാൻ തങ്ങൾ സന്നദ്ധരായിരിക്കുകയാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. എ വെറുക്കാൻ, ബി ശിക്ഷിക്കാൻ, സി അവഗണിക്കാൻ, ഡി ഉപദ്രവിക്കാൻ. 53. തങ്ങളുടെ എന്തിനെപ്പറ്റി താൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ തനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. എ സ്നേഹത്തെപ്പറ്റി, ബി അധികാരത്തെപ്പറ്റി, സി കൃപയെപ്പറ്റി, ഡി ദയയെപ്പറ്റി. 54. 2 കോരിന്തോസ് 10:8 പ്രകാരം കോരിന്തോസുകാരെ പടുത്തുയർത്താൻ തങ്ങൾക്ക് അധികാരം നൽകിയത് ആരെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ ദൈവം, ബി സർവശക്തൻ, സി കർത്താവ്, ഡി ക്രിസ്തു. 55. എന്തിലൂടെ കോരിന്തോസുകാരെ ഭയപ്പെടുത്തുന്നവനായി പൗലോസ്ലീഹായെ കണക്കാക്കരുതെന്നാണ് 2 കോരിന്തോസ് 10:8 പറയുന്നത്? എ പ്രസംഗത്തിലൂടെ, ബി എഴുത്തിലൂടെ, സി ലേഖനത്തിലൂടെ, ഡി ഭാഷണത്തിലൂടെ. 56. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതെന്നാണ് ചിലർ പറയുന്നത്? എ ഈടുറ്റതും ശക്തവും, ബി മനസ്സിലേശാത്തത്, സി വളരെ നല്ലതും എളുപ്പവും, ഡി വളരെ പ്രയാസമായത്. 57. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ ആരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ആത്മപ്രശംസ നടത്തുന്നവൻ, ബി അതിഭാഷണം നടത്തുന്നവൻ, സി ഭോഷത്വം സംസാരിക്കുന്നവൻ, ഡി വിഡ്ഢിത്വം പ്രവർത്തിക്കുന്നവൻ. 58. കോരിന്തോസുകാരുടെ അടുത്തെത്തിയിട്ടില്ലാത്തവരെ പോലെ എന്തിന് ഉദ്യമിക്കുകയില്ല എന്നാണ് 2 കോരിന്തോസ് 10:14 പറയുന്നത്? എ ആത്മപ്രശംസ നടത്താൻ, ബി കൈയെത്തിച്ചു പിടിക്കാൻ, സി സുവിശേഷം പ്രസംഗിക്കാൻ, ഡി തുലനം ചെയ്യാൻ. 59. എന്ത് സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് സന്തോഷിക്കുന്നവരല്ല തങ്ങൾ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ അന്യരുടെ സമ്പത്ത്, ബി അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം, സി അന്യരുടെ ധനം, ഡി അന്യരുടെ ഫലപുഷ്ടമായ ഭൂമി. 60. സ്വീകാര്യനായി പൗലോസ്ലീഹ പറയുന്നത് ആരെയാണ്? എ കർത്താവ് രക്ഷിക്കുന്നവനെ, ബി കർത്താവ് സ്വീകരിക്കുന്നവനെ, സി കർത്താവ് പ്രശംസിക്കുന്നവനെ, ഡി കർത്താവ് അനുഗ്രഹിക്കുന്നവനെ. 61. കോരിന്തോസുകാർ ഇപ്പോൾ തന്നെ പൗലോസ്ലീഹായോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ സ്നേഹം, ബി കരുണ, സി സഹിഷ്ണുത, ഡി അനുസരണ. 62. പൗലോസ്ലീഹായ്ക്ക് കോരിന്തോസുകാരോട് എന്ത് തോന്നുന്നു എന്നാണ് 2 കോരിന്തോസ് 11:2 പറയുന്നത്? എ ദൈവികമായ സ്നേഹം, ബി ദൈവികമായ സഹതാപം, സി ദൈവികമായ കോപം, ഡി ദൈവികമായ അസൂയ. 63. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ഡാഷ് വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൂരിപ്പിക്കുക. എ വിശ്വാസത്തിലും, ബി വിജയത്തിലും, സി സുവിശേഷത്തിലും,
ഡി ലാളിത്യത്തിലും. 64 ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് പൗലോസ്ലീഹ വിശ്വസിക്കുന്നത്? എ മറ്റ് അപ്പോസ്തല പ്രമാണികളെക്കാൾ, ബി മറ്റ് സുവിശേഷകരെക്കാൾ, സി മറ്റു വിശുദ്ധരേക്കാൾ, ഡി കോറിന്തോസുകാരെക്കാൾ. 65 എന്താണ് പൗലോസ്ലീഹായ്ക്ക് കുറവായിരുന്നത്? എ പ്രസംഗ ചാതുര്യം, ബി സംഭാഷണ ചാതുര്യം, സി വിജ്ഞാന ചാതുര്യം, ഡി ബൗദ്ധിക ചാതുര്യം. 66 പൗലോസ്ലീഹ പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചത് എന്താണ്? എ ദൈവത്തിൻ്റെ സുവിശേഷം, ബി ക്രിസ്തുവിൻ്റെ സുവിശേഷം, സി സ്വർഗത്തിൻ്റെ സുവിശേഷം, ഡി രക്ഷയുടെ സുവിശേഷം. 67 കോരിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആരിൽ നിന്നാണ് പൗലോസ്ലീഹ സഹായം സ്വീകരിച്ചത്? എ തീത്തോസിൽ നിന്ന്, ബി മക്കേദോനിയക്കാരിൽ നിന്ന്, സി മറ്റ് സഹോദരന്മാരിൽ നിന്ന്, ഡി മറ്റ് സഭകളിൽ നിന്ന്. 68 പൗലോസ്ലീഹായുടെ പ്രശംസ എവിടെ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ മക്കെദോനിയ പ്രദേശങ്ങളിൽ, ബി കോരിന്തോസ് പ്രദേശങ്ങളിൽ, സി അക്കായിയ പ്രദേശങ്ങളിൽ, ഡി സകല പ്രദേശങ്ങളിലും. 69 പൗലോസ്ലീഹ ആരുടെ അവകാശവാദമാണ് ഖണ്ഡിക്കുന്നത്? എ ആത്മപ്രശംസ നടത്തുന്നവരുടെ, ബി മറ്റ് അപ്പോസ്തല പ്രമാണികളുടെ, സി വൻപു പറയുന്നവരുടെ, ഡി വ്യാജ അപ്പോസ്തലന്മാരുടെ. 70 ആരുടെ പരിണാമമാണ് അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞത്? എ ദൈവത്തിൻ്റെ ശുശ്രൂഷകരുടെ, ബി പിശാചിൻ്റെ ശുശ്രൂഷകരുടെ, സി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരുടെ, ഡി കർത്താവിൻ്റെ ശുശ്രൂഷകരുടെ. 71 പൗലോസ്ലീഹായെ എന്തായി ആരും കരുതരുതെന്നാണ് പൗലോസ്ലീഹ ആവർത്തിച്ചു പറയുന്നത്? എ വിഡ്ഢിയായി, ബി ഭോഷനായി, സി വഞ്ചകനായി, ഡി ചതിയനായി. 72 പലരും എന്തിനെപ്പറ്റി പ്രശംസിക്കാറുള്ളത് പോലെ പൗലോസ്ലീഹായും പ്രശംസിക്കുമെന്നാണ് പറഞ്ഞത്? എ ലൗകിക കാര്യങ്ങളെപ്പറ്റി, ബി ഭൗതിക കാര്യങ്ങളെപ്പറ്റി, സി സ്വർഗീയ കാര്യങ്ങളെപ്പറ്റി, ഡി ദൈവിക കാര്യങ്ങളെപ്പറ്റി. 73 2 കോരിന്തോസ് 11:20 പ്രകാരം കോരിന്തോസുകാരോട് എത്ര കാര്യങ്ങൾ ചെയ്യുന്നവരോടാണ് കോരിന്തോസുകാർ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ എന്ന് പൗലോസ്ലീഹ പറഞ്ഞത്? എ 5 കാര്യങ്ങൾ, ബി 4 കാര്യങ്ങൾ, സി 3 കാര്യങ്ങൾ, ഡി 2 കാര്യങ്ങൾ. 74 2 കോരിന്തോസ് 11:22 പൗലോസ്ലീഹ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ്? എ അവർ അബ്രഹാത്തിൻ്റെ സന്തതികളാണോ, ബി അവർ ഹെബ്രായരാണോ, സി ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ, ഡി അവർ ഇസ്രായേൽക്കാരാണോ. 75 പൗലോസ്ലീഹ കുറെ കൂടെ മെച്ചപ്പെട്ട ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് പറയുന്നത് എപ്രകാരമാണ്? എ അപ്പസ്തോലനെ പോലെ, ബി ഉന്മത്തനെ പോലെ, സി ഭോഷനെ പോലെ, ഡി സന്തോഷവാനെ പോലെ. 76 2 കോരിന്തോസ് 11:23 പ്രകാരം പൗലോസ്ലീഹ പലതവണ എന്തിലാണ് അകപ്പെട്ടത്? എ മരണ അപകടത്തിൽ, ബി മരണഭീതിയിൽ, സി മരണവക്ത്രത്തിൽ, ഡി മരണവേദനയിൽ. 77 പൗലോസ്ലീഹായ്ക്ക് യഹൂദരുടെ കൈകളിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് അടി കിട്ടിയത്? എ 2 പ്രാവശ്യം, ബി 3 പ്രാവശ്യം, സി 4 പ്രാവശ്യം, ഡി 5 പ്രാവശ്യം. 78 തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വച്ചും കൊള്ളക്കാരിലും സ്വന്തക്കാരിലും നിന്നും പിന്നെ ആരിൽ നിന്നുമാണ് പൗലോസ്ലീഹായ്ക്ക് അപകടങ്ങളുണ്ടായത്? എ വിജാതീയരിൽ നിന്ന്, ബി യഹൂദരിൽ നിന്ന്, സി പടയാളികളിൽ നിന്ന്, ഡി വ്യാജ സഹോദരന്മാരിൽ നിന്ന്. 79 2 കോരിന്തോസ് 11:27 പൗലോസ്ലീഹ ജീവിച്ചതായി പറയുന്നതിൽ എട്ടാമത്തേത് എന്താണ്? എ ദാഹത്തിൽ, ബി നഗ്നതയിൽ, സി തണുപ്പിൽ,
ഡി ബിഷപ്പിൽ. 80. പൗലോസ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടി ഏത് നഗരത്തിനാണ് കാവലേർപ്പെടുത്തിയത്? എ മക്കേദോനിയ, ബി കോറിന്തോസ്, സി ദമാസ്കസ്, ഡി അക്കായിയ. 81. തനിക്ക് എന്ത് ചെയ്യാൻ പലതുമുണ്ടെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ പ്രസംഗിക്കാൻ, ബി പ്രവർത്തിക്കാൻ, സി ആത്മപ്രശംസ ചെയ്യാൻ, ഡി ശുശ്രൂഷ ചെയ്യാൻ. 82. എത്ര വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെയാണ് ക്രിസ്തുവിൽ പൗലോസ്ലീഹായ്ക്ക് അറിയാമെന്ന് പറയുന്നത്? എ 10 വർഷം മുമ്പ്, ബി 12 വർഷം മുമ്പ്, സി 13 വർഷം മുമ്പ്, ഡി 14 വർഷം മുമ്പ്. 83. അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ എവിടേക്ക് ഉയർത്തപ്പെട്ട മനുഷ്യനാണ് കേട്ടത്? എ സ്വർഗത്തിലേക്ക്, ബി ഉന്നതങ്ങളിലേക്ക്, സി മേഘങ്ങളിലേക്ക്, ഡി പർദീസയിലേക്ക്. 84. പൗലോസ്ലീഹായിൽ കാണുകയും തന്നിൽ നിന്ന് അധികമായി ആരും തന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് താൻ എന്ത് ഒഴിവാക്കുന്നുവെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ ആത്മപ്രശംസ, ബി ലൗകിക കാര്യങ്ങൾ, സി ഉപവാസം, ഡി ഉത്കണ്ഠ. 85. പൗലോസ്ലീഹായുടെ ശരീരത്തിൽ നൽകപ്പെട്ട പിശാചിന്റെ ദൂതൻ തന്നെ വിട്ടകരാൻ വേണ്ടി പൗലോസ്ലീഹ എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത്? എ 2 പ്രാവശ്യം, ബി 3 പ്രാവശ്യം, സി 4 പ്രാവശ്യം, ഡി 5 പ്രാവശ്യം. 86. എന്തിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്നാണ് പൗലോസ്ലീഹായോട് കർത്താവ് പറഞ്ഞത്? എ പ്രാർത്ഥനയിൽ, ബി ബലഹീനതയിൽ, സി സ്നേഹത്തിൽ, ഡി ജാഗരണത്തിൽ. 87. 2 കോരിന്തോസ് 12:10 ക്രിസ്തുവിനെ പ്രതി പൗലോസ്ലീഹ സന്തുഷ്ടനാണെന്ന് പറയുന്നവയിൽ ബന്ധമില്ലാത്തത് ഏതാണ്? എ ബലഹീനതകളിൽ, ബി ആക്ഷേപങ്ങളിൽ, സി സഹനങ്ങളിൽ, ഡി പീഡനങ്ങളിൽ. 88. തീത്തോസ് നിങ്ങളെ എന്ത് ചെയ്തില്ലല്ലോ എന്നാണ് പൗലോസ്ലീഹ കോരിന്തോസുകാരോട് ചോദിച്ചത്? എ വഞ്ചിച്ചില്ലല്ലോ, ബി ചതിച്ചില്ലല്ലോ, സി ഭാരമായില്ലല്ലോ, ഡി കബളിപ്പിച്ചില്ലല്ലോ. 89. തങ്ങൾ യഥാർത്ഥത്തിൽ കോരിന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ആരിലാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ ക്രിസ്തുവിൽ, ബി കർത്താവിൽ, സി ദൈവത്തിൽ, ഡി ഉന്നതനിൽ. 90. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് പൗലോസ്ലീഹ എന്താണ് ചെയ്യുന്നത്? എ ഭയപ്പെടുന്നു, ബി ഭാരപ്പെടുന്നു, സി ദുഃഖിക്കുന്നു, ഡി വേദനിക്കുന്നു. 91. 2 കോരിന്തോസ് 13:1 പ്രകാരം പൗലോസ്ലീഹ എത്രാം പ്രാവശ്യമാണ് കോരിന്തോസ് സന്ദർശിക്കാൻ പോകുന്നത്? എ 1-ാം പ്രാവശ്യം, ബി 2-ാം പ്രാവശ്യം, സി 3-ാം പ്രാവശ്യം, ഡി 4-ാം പ്രാവശ്യം. 92. നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും പൗലോസ്ലീഹ എന്ത് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? എ ഉപദേശം, ബി സന്ദേശം, സി നിർദ്ദേശം, ഡി മുന്നറിയിപ്പ്. 93. പൗലോസ്ലീഹായുടെ 2-ാം സന്ദർശന വേളയിൽ ചെയ്തതുപോലെ ഇപ്പോൾ പൗലോസ്ലീഹായുടെ എന്തിലാണ് നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും പൗലോസ്ലീഹ താക്കീത് നൽകുന്നത്? എ സന്ദർശനത്തിൽ, ബി സമക്ഷത്തിൽ, സി സാന്നിധ്യത്തിൽ, ഡി അസാന്നിധ്യത്തിൽ. 94. ക്രിസ്തു പൗലോസ്ലീഹായിലൂടെ എന്ത് ചെയ്യുന്നുവെന്ന തെളിവാണ് കോരിന്തോസുകാർ ആഗ്രഹിക്കുന്നത്? എ സംസാരിക്കുന്നു, ബി പ്രവർത്തിക്കുന്നു, സി ചിന്തിക്കുന്നു, ഡി കാണുന്നു. 95. 2 കോരിന്തോസ് 13:4 പ്രകാരം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്തിലാണ്? എ മരക്കുരിശിൽ, ബി ബലഹീനതയിൽ, സി സഹനത്തിൽ, ഡി പീഠയിൽ. 96. കോരിന്തോസുകാരോട്
പെരുമാറുമ്പോഴാകട്ടെ തങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എങ്ങനെ ജീവിക്കുമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. എ ക്രിസ്തുവിൻ്റെ ശക്തി കൊണ്ട്, ബി കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട്, സി ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്, ഡി ക്രിസ്തുവിൻ്റെ വചനം കൊണ്ട്. 97 തങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും കോരിന്തോസുകാർ എന്ത് പ്രവർത്തിക്കണമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ നീതി പ്രവർത്തിക്കണം, ബി അത്ഭുതം പ്രവർത്തിക്കണം, സി സത്യം പ്രവർത്തിക്കണം, ഡി നന്മ പ്രവർത്തിക്കണം. 98 2 കോരിന്തോസ് 13:12 പ്രകാരം ആരാണ് കോരിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നത്? എ വിശുദ്ധരെല്ലാവരും, ബി വിശ്വാസികളെല്ലാവരും, സി അപ്പസ്തലന്മാരെല്ലാവരും, ഡി സഹോദരന്മാരെല്ലാവരും. 99 2 കോരിന്തോസ് 13:11 പ്രകാരം അവസാനമായി പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ 5-ാമത്തേത് എന്താണ്? എ സന്തോഷത്തിൽ ജീവിക്കുവിൻ, ബി സമാധാനത്തിൽ ജീവിക്കുവിൻ, സി ഏകമനസ്കരായിരിക്കുവിൻ, ഡി നന്മയിൽ ജീവിക്കുവിൻ. 100 നിങ്ങളേവരോടും കൂടെ ആരുടെ സ്നേഹം ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ കോരിന്തോസുകാരെ അനുഗ്രഹിക്കുന്നത്? എ കർത്താവിൻ്റെ, ബി ക്രിസ്തുവിൻ്റെ, സി ദൈവത്തിൻ്റെ, ഡി സർവശക്തൻ്റെ.